ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് നമ്മൾ ദുബായിലെ ഒരു 2-3 അഡ്വഞ്ചറസ് ആയിട്ടുള്ള പാർക്കിലേക്ക് പോവാണ്. 1 മോഷൻ ഗേറ്റ്, 2 റിയൽ മാൻഡ്രോയിഡ്, 3 റിവർലാൻഡ്, പിന്നെ കുട്ടികളുടെ ലെഗോലാൻഡ്. ഇന്ന് നമ്മൾ 4 പേരാണ് പോകുന്നത്. ഞാൻ, ഷാരോണ്, പിന്നെ ഷാലറ്റ് ഉണ്ട്, പിന്നെ ദിലു ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടോ. നമ്മൾ 12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പയ്യെ പോകാനായിട്ട് തുടങ്ങുന്നത്. ചുറ്റോട് ചുറ്റിയിട്ടിട്ട് ഇതെന്തത് 100 meters. Use the right 2 lanes to stay to the right. ഒരു 2 hours ഡ്രൈവിന് ശേഷം നമ്മൾ അങ്ങനെ ദുബായ് പാർക്കിലേക്ക് എത്തി. ഇനി നമ്മൾ ഫസ്റ്റിൽ പോകുന്നത് മോഷൻ ഗേറ്റിലേക്കാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പയ്യെ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഇങ്ങനെ കുട്ടികൾക്കായിട്ട് ഇങ്ങനത്തെ വലിയ ഹൈറ്റുള്ള സാധനങ്ങളും അഡ്വഞ്ചറായിട്ടുള്ള ഓരോ സാധനങ്ങളും കൊണ്ടുവരും. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് നാദിയ ഈ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നാദിയാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. ഞങ്ങൾ പോയത് ഒരു സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഈ സൺഡേ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടീസും ഡാൻസ് കോമ്പറ്റീഷൻസോ സംതിങ് എന്തോ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഫസ്റ്റ് നമ്മൾ പോകുന്നത് മോഷൻ ഗേറ്റിലേക്കാണ്. ഉച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശക്കുന്നുണ്ടോയെന്നാണ് ഷാരോൺ ചോദിച്ചത്. കാരണം ബാക്ക്ഗ്രൗണ്ടിലും മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഞങ്ങൾ സംസാരിച്ച വീഡിയോസ് ഓഡിയോസ് എല്ലാം മ്യൂട്ടാക്കുന്നത്. ഡ്രീം വർക്കിലേക്ക് കയറി വരുമ്പോൾ തന്നെ മഡഗാസ്കർ, കുംഫു പാണ്ട, ഡ്രാഗൺ അതിൻ്റെ എല്ലാം കൂടെ കൂടി ഒരു തീമാണ് ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റാച്ചുകൾ നിൽക്കുന്നത്. ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ ഷർട്ടിലേക്കാണ് വന്നത്. ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ 4 പേർക്കും വലിയ പിടിയില്ല. ഞങ്ങൾ ആരും തന്നെ അത്രയും ആനിമേഷൻ മൂവീസ് കാണുന്ന ആൾക്കാരല്ല. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ യൂട്യൂബിൽ നോക്കിയും അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊന്ന് പഠിച്ചെടുത്ത് പോകുന്നത്. അത്യാവശ്യം 4 years എബോവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് ആണെങ്കിലും അതുപോലെ തന്നെ ആനിമേഷൻ ആണെങ്കിലും ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ആ കഥയുടെ അവസാനം അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു. അതുമാത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് റൈഡിലേക്ക് പോകുന്നതിൻ്റെയും പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നതിൻ്റെ വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. റൈഡിലൊന്നും ഫോണോ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അവരെ ഫോണും കാര്യങ്ങളെല്ലാം അവിടെ മേടിച്ച് വെക്കും. കാരണം സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഉച്ചയ്ക്ക് ഞങ്ങളാരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായി. ഞങ്ങളങ്ങനെ അവിടുത്തെ ഒരു നൂഡിൽ ഷോപ്പിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ കൂടെ നിൽക്കാം. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് രാമനും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. പുള്ളി ഇവിടെ ഓൾറെഡി 4 തവണ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഏത് റൈഡാണ് കുറച്ചുകൂടെ രസമുള്ളതെന്നൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എല്ലാ റൈഡിലും ആ റൈഡിൽ കയറുന്നതിന് മുമ്പ് അവിടുത്തെ വീഡിയോ വാളിൽ ആ റൈഡിനെ പറ്റിയുള്ള എല്ലാ എക്സ്പ്ലനേഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. ഓരോ റൈഡിലും കയറി ഇറങ്ങി കഴിയുമ്പോൾ നമ്മളുടെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾ ഓടി ഓരോ റൈഡിലും പോയിക്കൊണ്ടിരിക്കുക. പിള്ളേർ ചാറ്റില്ല, പോകല്ലേ എന്ന് പറഞ്ഞാന്ന്.
എടാ ഇത് സോംബി ലാൻഡാ. അവിടുത്തെ CCTVയിൽ നമ്മുടെ പിക്ചേഴ്സ് കാണാമായിരുന്നു, നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ അത് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് നിന്നു. ഇത് മോഷൻ ഗേറ്റ്. നമ്മളിനി മാൻഡ്രോയിഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങനെ മോഷൻ ഗേറ്റിലെ ഗെയിംസ് ഏകദേശം കുറേയൊക്കെ നമ്മൾ കയറി തീർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി റിയൽ മാൻഡ്രോയിഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൈഡിലാണ് നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കയറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റൈഡാണിത്. ഷാരോണിന് റിയൽ മാൻഡ്രോയിഡിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞങ്ങളങ്ങനെ അവരുടെ സ്റ്റോറിൽ കയറി. ഫസ്റ്റിൽ ഇത് ഒരു ബോളിവുഡ് തീമായിട്ടുള്ള ഒരു പാർക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ റിയൽ മാൻഡ്രോയിഡിലേക്ക് ആ തീം ചേഞ്ച് ചെയ്തത്. അവരുടെ തീം പാർക്കാണ് ലോകത്ത് വെച്ചോർന്നു. ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഒരു തീം പാർക്ക് വന്നതല്ലേ? അല്ല, ഒരു ക്ലബിന് വേണ്ടിയിട്ടല്ല, റയൽ മാഡ്രിഡിന്റെ ക്ലബിന് റയൽ മാഡ്രിഡിന്. നെക്സ്റ്റ് എൻ്റെ കൂടെയുള്ളവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു റൈഡിലേക്കാണ് ഇനി പോകുന്നത്. എനിക്ക് കുറച്ച് പേടിയുണ്ട്, പക്ഷേ ഞാൻ കാണിച്ചിട്ടില്ല പുറത്ത്. പക്ഷെ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓടിയാണ് അവർ പോകുന്നത്. കണ്ണു തുറക്കില്ല. നെക്സ്റ്റ് നമ്മൾ ലെഗോലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ലെഗോലാൻഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീം പാർക്കാണ്. ലെഗോലാൻഡിൽ നമ്മുടെ ലെഗോസ് വെച്ചിട്ട് UAE മെയിൻ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം പണിതിരിക്കുന്ന ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ലെഗോസ് വെച്ചിട്ടുള്ള ബിൽഡിങ്ങാണ് ഇതെല്ലാം. ഞങ്ങളെല്ലാവരും തന്നെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. കാരണം ചെറിയ ലെഗോസ് പോലും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ഫുള്ള് UAE എല്ലാ മെയിൻ ബിൽഡിങ്സും ഫുള്ള് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെയാണെങ്കിൽ പോലും മെയിനായിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം തന്നെ ഇവർ ലെഗോസ് വെച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയില്ലേ? ഞാൻ തന്നെ അന്ന് അത് അവിടെ കിടന്ന് പെടാപ്പാട് ആ ചെറുതുണ്ടാക്കാനായിട്ട് തന്നെ. 001564 and we have our winner for tonight. Yay, congratulations sir. What's your good name? ഇത് ലെഗോലാൻഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സബ്മറൈനാണ്. അപ്പം അതിൻ്റെ ഉള്ളിലിരുന്ന് നമുക്ക് പുറത്തുള്ള ഫിഷസിനെയും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓരോ ഫിഷസിൻ്റെയും സ്പെഷ്യാലിറ്റീസും, അത് ഏത് സ്പീഷ്യസ് ആണെന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവരിവിടെ കൊടുക്കുന്നുണ്ട് ബോർഡിലും. പിന്നെ അതുപോലെ തന്നെ അവർ എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. ഇത് ലെഗോലാൻഡിലെ അവരുടെ ഷോപ്പിംഗ് ഏരിയ ആണ്. ലെഗോസിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. പണ്ട് നമുക്ക് ആദ്യം ഒരു ഗിഫ്റ്റ് ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ദുബായ് പാർക്കിനോട് വിട പറയാൻ സമയമായി. ഇന്ന് ഞങ്ങളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.